ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവരുടെ A1 യൂസർ ഷോറൂമിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ എത്ര ബഡ്ജറ്റ് വന്നിട്ടുണ്ടായിരുന്നു? 90,000 മുതൽ 5 ലക്ഷം വരെ റേഞ്ച്. ഒരു ലോ ബഡ്ജറ്റും മീഡിയം ബഡ്ജറ്റും വാഹനങ്ങൾ നിറയെ ആ ഷോറൂമിൽ. നമ്മുടെ ഈ ഒരു ഷോറൂമിൽ എത്ര ബഡ്ജറ്റ് വരുന്നത്? 5 ലക്ഷം മുതൽ 16 ലക്ഷം വരെ വാഹനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് ബഡ്ജറ്റ് കൂടിയ കുറച്ച് വലിയ വാഹനങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ സമീപിക്കാവുന്നതാണ്. എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങളും രണ്ട് ഷോറൂമിലായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പൊ നിലവിൽ കുറച്ച് വാഹനങ്ങളുണ്ട്. എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പൊ ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത്? ഇത് പയ്യന്നൂർ കോളേജ് തൊട്ടടുത്തായിട്ട് കാസർഗോഡ് കണ്ണൂർ നാഷണൽ ഹൈവേയിൽ എടാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എടാട്ട് കറക്റ്റ് ലൊക്കേഷൻ എടാട്ട്. പയ്യന്നൂർ കോളേജാണ് മെയിൻ ലൊക്കേഷൻ വരുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാൻ. കാരണം മെയിൻ ഹൈവേയിലാണ്, വരാനും പോകാനൊക്കെ സൗകര്യമാണ്. ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇപ്പൊ എല്ലാ വാഹനങ്ങളും പരിചയപ്പെടാൻ പോകും. അപ്പൊ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഇന്നോവ ക്രിസ്റ്റ മുതൽ തുടങ്ങാം അല്ലേ? ഈ ഇന്നോവ ക്രിസ്റ്റ ഏത് മോഡൽ? ഒറിജിനൽ കേരള 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി 1,31,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്, ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളുള്ള G4 വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. നമുക്ക് ഫൈനൽ റേറ്റ് ഒരു 16,45,000 രൂപ കൊടുക്കാം. 16,45 ഫൈനൽ റേറ്റ് ആണ്. ഒരുപാട് കൂട്ടി പറഞ്ഞിട്ട് കുറക്കുന്നില്ല. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാം. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? നമുക്കൊരു 15 ലക്ഷം വരെ ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. ട്രാക്കിൽ നല്ല പിന്നെ ട്രാക്ക് കാര്യങ്ങളുള്ള കസ്റ്റമേഴ്സ് 15 ലക്ഷം. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ 15 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഒരു 1.50 ആ റേഞ്ചിൽ അടച്ചാൽ മതി. ഇത് വെന്യൂ 2019 മോഡല് 20 രജിസ്ട്രേഷൻ 27,000 കിലോമീറ്റർ ഓടിയ ഫുൾ ഓപ്ഷൻ വെന്യൂ, 1 ലിറ്റർ ടർബോ വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈനൽ റേറ്റ് നമുക്ക് 6,45,000 രൂപ കൊടുക്കാൻ പറ്റും. 6,45. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. ഒരു 6 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. 6 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഒരു 45,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടത്. 45,000 വേണം. ഫുൾ തന്നെ മാക്സിമം ചെയ്യാൻ പറ്റും. ട്രാക്കിലെ കസ്റ്റമർ ആണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ അതും ചെയ്തു തരും. ഇതൊക്കെ പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. അടുത്തായിട്ട് ഹ്യുണ്ടായിയുടെ ക്രെറ്റ ഓൾഡ് വൈസ് അല്ലേ? ഏതാ മോഡൽ? 2018 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ, പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇത് കുറച്ചായി സ്റ്റോക്ക് കിടക്കുന്നത്. മാക്സിമം വില പൊട്ടിച്ചാൽ 8,10,000 രൂപക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. 8,10 പെട്രോൾ ഓട്ടോമാറ്റിക്. ഈ വിലക്ക് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി കമ്പനി സർവീസ് എല്ലാ ഹിസ്റ്ററി ഉണ്ട്. ഒരൊറ്റ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 8,10,000 രൂപയാണ് ചോദിക്കുന്നത്. ഹൈ ഡിമാൻഡ് വെഹിക്കിൾ കേട്ടോ ഹ്യുണ്ടായിയുടെ ക്രെറ്റ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് സേഫ്റ്റിയുടെ കാര്യം നോക്കിയിട്ട് ഒരു വാഹനം നോക്കുകയാണെങ്കിൽ അതിന് പറ്റിയൊരു വാഹനമാണ് ടാറ്റയുടെ നെക്സോൺ അല്ലേ? ഏത് മോഡല്? ഇത് 2022 വണ്ടി XMS എന്ന് പറഞ്ഞ വേരിയന്റ്. അതെ, പിന്നെ മിഡ് വേരിയന്റ് സൺറൂഫ് വരുന്ന മോഡൽ. 26,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അത് നമുക്ക് ഫൈനൽ റേറ്റ് 6,65,000 രൂപക്ക് ഫൈനൽ ചെയ്യാൻ പറ്റും. 6,65 വേണ്ട, പൊട്ടിച്ചത് 6,50,000 രൂപ ഫൈനൽ. 6,50,000 രൂപ മാക്സിമം പൊട്ടിച്ചിട്ടുള്ള വിലയാണ് 6,65 നമ്മൾ പറഞ്ഞു. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വീണ്ടും ഒരു 15 പൊട്ടിച്ചിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി അതുപോലെ സേഫ്റ്റി നോക്കുന്നത്. 22 വണ്ടി 6,50,000, 22,000 കിലോമീറ്റർ ഓടി. 22,000 കിലോമീറ്റർ പെട്രോൾ മാനുവൽ. ഓക്കെ. എത്തിയോസ് പെട്രോൾ വേരിയന്റ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 32,000 കിലോമീറ്റർ ഓടിയില്ല. കമ്പനി സർവീസ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനൽ റേറ്റ് 4,90,000 ചെയ്തരാം. 4,90,000 രൂപ. ടൊയോട്ടയുടെ വണ്ടി, ടൊയോട്ടയുടെ എത്തിയോസിനാണ് ഈ പറയുന്ന പ്രൈസ് പറയുന്നത് കേട്ടോ. ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള വണ്ടി. അതുകൂടി നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. കാരണം ഒരുപാട് റീവണ്ടികൾ ടൊയോട്ടയുടെ വാഹനങ്ങൾ കടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രൈസിൽ അതിനേക്കാൾ വില കുറവിൽ നമുക്ക് കിട്ടുന്ന ഒറിജിനൽ കേരള വണ്ടിയാണ് ടൊയോട്ടയുടെ ഗ്ലാൻസ് അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, 50,000 കിലോമീറ്റർ, ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വേരിയന്റ്. ഇതിന് ക്ലെയിം ഉണ്ട്. ബോണറ്റ് റീപ്ലേസ് ആണ്. 30,000 രൂപ ക്ലെയിം കയറിയിട്ടുണ്ട് വണ്ടി. വേറെ ഹെഡ്ലൈറ്റോ പിന്നെ ഇതോ ബമ്പറോ കാര്യങ്ങളും ഏതായാലും കയറിയിട്ടില്ല. ഒന്നുമില്ല. മെയിൻ ക്ലാസ് റീപ്ലേസും ഇല്ല. ഇതിന് റേറ്റ് വരുന്നത് ഫൈനലായിട്ട് 5,80,000 നമുക്ക് ഫൈനൽ. 5,80,000 രൂപ. ഫുൾ ഓപ്ഷൻ ഗ്ലാൻസ് ആണ് പറയുന്നത്. റീപ്ലേസ് എന്ന് പറയുന്നത് ആകെ ബോണറ്റ് മാത്രമാണ്. മേജർ ആക്സിഡന്റ് ആണെങ്കിൽ പറയുന്ന ഗ്ലാസ് അതുപോലെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ പോകും. ഇതൊന്നും ചെയ്തിട്ടില്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസം എടുക്കട്ടെ. ഉള്ള കാര്യങ്ങൾ തുറന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഹൈഡ് ചെയ്യുന്ന പരിപാടി ഇല്ല. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5,70,000 അല്ലെങ്കിൽ ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് ആയിട്ട് വന്ന വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫുൾ ലോൺ അവൈലബിൾ ആണ്. വാഹനപ്രേമികളുടെ സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് ഹ്യുണ്ടായിയുടെ വെർണ അല്ലേ? ഏതാ മോഡൽ? 2019 സിംഗിൾ ഓണർഷിപ്പ്, 50,000 കിലോമീറ്റർ, SX വേരിയന്റ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് വേണ്ടി നമുക്ക് ഫൈനൽ റേറ്റ് 7,20,000 രൂപ ഫൈനൽ ചെയ്യാം. 7,20,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ് ആണോ അതോ ഫൈനലാണോ? ചെറിയൊരു മാറ്റി ചെയ്ത് കൊടുക്കാം. നമ്മൾ വീഡിയോസ് കണ്ടിട്ട് വരികയാണെങ്കിൽ ലോകത്തൊക്കെ വഴിയാണ് ധൈര്യപൂർവ്വം വന്നോ അതിൻ്റെതായിട്ടുള്ള വിട്ടുവീഴ്ച നമ്മുടെ ലതീഷ് പ്രോ ചെയ്തു തരും. ലോൺ ചെയ്യാൻ പറ്റില്ല. ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് മാക്സിമം ഒരു 6,500 ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. റെഡി ക്യാഷ് ആണ്. അങ്ങനെ ഏതാണ് സൗകര്യം അത് ഇവിടെ ചെയ്തു തരും. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്, അതും ഹൈ ഡിമാൻഡ് കളർ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2023 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 52,000 കിലോമീറ്റർ ഓട്ടം,
ബാക്ക് ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഡിക്കി ഗ്ലാസ് മാത്രമാണ്, ഡിക്കി ഇല്ല, ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. VXI വണ്ടി നമുക്ക് ഫൈനൽ റേറ്റ് 6,40,000 രൂപയ്ക്ക്. 6,40,000. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 50,000 കിലോമീറ്റർ. 50,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഞങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ബാക്കിത്തെ ഡിക്കിത്തെ ഗ്ലാസ് മാത്രം റീപ്ലേസ്ഡ് ആണ്. കമ്പനി ഹിസ്റ്ററിയിൽ നമുക്ക് അവൈലബിൾ ആണ്. നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, വേറെ ഒന്നും നമുക്ക് മാറിയിട്ടില്ല. ഉറപ്പിച്ച് പറയട്ടെ, 100%. ഇതിലൊരു ഡീവിയേഷൻ നഷ്ടപരിഹാരം അങ്ങനെ തരും. അത്ര ഉറപ്പിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 6,40,000. ലോൺ നമുക്ക് ഫുള്ള് വീഴോ? നമുക്കൊരു 6 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ഒരു 40-50 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് എടുത്തോണ്ട് പോകാം. അടുത്തായിട്ട് ഇപ്പൊ യൂസർ മേഖല പിടിച്ചെടുക്കിയിട്ട് ഒരു മുതലാണ് ടാറ്റയുടെ അൾട്രോസ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2021 വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 87,000 കിലോമീറ്റർ ഓട്ടം. ബേസ് വേരിയന്റ് വണ്ടിയാണ്. അഡീഷണൽ അലോയ് വീൽസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കസ്റ്റമർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ടയേഴ്സ് കാലം പുതിയതാണ്, വേറെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് നെറ്റ് ഫൈനൽ 3,90,000 രൂപ ഫൈനൽ ചെയ്യാം. വെറും 3,90,000 രൂപ. യൂസർ ഓൾട്ടോ പോലും കിട്ടില്ല ഈ ഒരു 3,90,000 രൂപയ്ക്ക്. ഇത് ടാറ്റയുടെ അൾട്രോസ് ആണ്. അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്, ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഉള്ള വാനല്ലേ. ഇത് പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. 7 ദിവസം ചെക്കിംഗ് വാറണ്ടി 2021 വാറണ്ടി തരും. ചെക്കിംഗ് വാറണ്ടി കാര്യങ്ങളുണ്ട്. എഴുത്തോണ്ട് പോയിട്ട് 7 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇവർ പറയാത്ത കംപ്ലൈന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത എമൗണ്ട് റീഫണ്ട് ചെയ്യില്ലേ. ധൈര്യത്തിലും ഉറപ്പിലാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. അപ്പൊ അത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ 3,90,000 രൂപ ചോദിക്കുന്നത്, അതും ഫുൾ ലോൺ ചെയ്യാം. മാരുതിയുടെ SUV കാറ്റഗറി വാഹനമായിട്ടുള്ള മാരുതിയുടെ ബ്രസ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2021 രജിസ്ട്രേഷൻ, 2020 മോഡല്, 38,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. എത്ര ചോദിക്കുന്നത്? പൊട്ടിച്ച് വില അറിയാം, 6,40,000 രൂപ. 6,40,000 രൂപ. ബ്രസക്കാണ് ഈ ഒരു വില പറയുന്നത്. അതും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള കളറും ബില്ലും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. വേറെ ഒരു തരത്തിലുള്ള മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്, പെട്രോൾ വേരിയന്റ് ആണ്, LXI വേരിയന്റ് ആണ്, വേറെ കംപ്ലൈൻസോ ഒന്നുമില്ല. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഓൾമോസ്റ്റ് 6 lakhs വരെ ലോൺ ചെയ്യാം. മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു എമൗണ്ട് മാത്രം ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അടുത്തത് നമുക്കിപ്പോൾ ഒരു 5 സീറ്റർ മാറിയിട്ട് 7 സീറ്ററിലോട്ട് പോകണം തോന്നി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എർട്ടിഗ. മാരുതി സർവീസ് കോസ്റ്റ് ആണെങ്കിലും ശരി, ഏത് തരത്തിലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനല്ലേ. ഇതിന്റെ മോഡൽ ഇത് തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. വണ്ടി ഓടിയത് 85,000 കിലോമീറ്റർ. ZXA പ്ലസ് വണ്ടിയാണ്. ZXA പ്ലസ് ടോപ്പ് എൻഡ് 21 വണ്ടി, 21 മോഡലാണ്. 6,60,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. ടോപ്പ് എൻഡ് എർട്ടിഗയ്ക്കാണ് ഈ ഒരു വില പറയുന്നത്. 7 സീറ്റർ വാഹനം അല്ലേ? കമ്പനി സർവീസ് സർവീസ്. ഇതിന് വില ഇങ്ങനെ ചേഞ്ച് വരാൻ കാരണം തേർഡ് ഓണർഷിപ്പ് മാർക്കറ്റ് നല്ല ഡിമാൻഡുള്ള ഹൈബ്രിഡ് വണ്ടിയാണ്. 2021. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 6,60,000. ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഫുൾ തന്നെ ലോൺ ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വാഹനം. മാരുതിയുടെ ഡിസയർ ഇല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2021 മോഡൽ 22 രജിസ്ട്രേഷൻ ZXA പ്ലസ് വണ്ടി, 50,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഉള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ZXA പ്ലസ് ടോപ്പ് എൻഡ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് വേരിയന്റ് എല്ലാം വരുന്നുണ്ട്. ടയറിംഗ് പുതിയാണോ? അല്ല, അത്യാവശ്യം നല്ല ടയർസ് ആണ്. ഇപ്പോഴേ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പെട്രോൾ മാനുവൽ. ചോദിക്കുന്ന പ്രൈസ് എത്ര? 6,60,000 രൂപ. ഒരു സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന മാരുതി ഡിസയർ. ഇതിന് നമുക്ക് ലോൺ ഫുൾ വീഴോ? ഓൾമോസ്റ്റ് വീഴേണ്ടതാണ്. നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ വീഴുമല്ലേ? അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് 50-60 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. അടുത്തായിട്ട് മഹേന്ദ്രയുടെ താർ. ഏതാ മോഡൽ വരുന്നത്? ഇത് ഡീസൽ വണ്ടിയാണ്. 2022 മോഡൽ, 4 വീൽ മാനുവൽ വണ്ടി. 18,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിക്കൂ. 18,000 കിലോമീറ്റർ. രജിസ്റ്ററിംഗ് ആളൊക്കെ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 14,30,000 രൂപ. 14,30,000 രൂപ മാക്സിമം വില പൊട്ടിച്ചിട്ടുണ്ട്. ഡീസൽ താറിന്റെ വിലയാണ് ഈ പറയുന്നത്. 14,18,000 കിലോമീറ്റർ വണ്ടി. 18,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. എല്ലാം കൊണ്ടും എങ്ങനെ നോക്കിയാലും എടുക്കുന്ന കസ്റ്റമർ ലാഭം എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു വാഹനല്ലേ. ഇതിന് ലോൺ ചെയ്യുമ്പോൾ എത്ര കൊടുക്കേണ്ടി വരും? 13-14 ലക്ഷം ഓൾമോസ്റ്റ് ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് 90-90% വരെ ലോൺ ചെയ്തു തരുന്നുണ്ട്. ഡീസൽ താർ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തായിട്ട് ന്യൂ ഫേസിൽ വരുന്ന മാരുതിയുടെ ബലേന അല്ലേ? ഏത് മോഡൽ വരുന്നത്? 2024 ഡെൽറ്റ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ്, 10,000 കിലോമീറ്റർ വേണ്ടി. ഒരു 10,000 കിലോമീറ്റർ ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്. ലോ കിലോമീറ്റർ ഓടിയൊരു വാഹനം. പുതിയത് എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള 8,40,000 രൂപ വിലയുണ്ട്. ഇപ്പം ആക്ച്വൽ പ്രൈസ് പറഞ്ഞാൽ പുതിയ വണ്ടി 8,40,000 രൂപ വിലയുണ്ട്. നമുക്ക് നെറ്റ് ഫൈനൽ 7,15,000 രൂപ ഫൈനൽ ചെയ്താൽ 7,15,000 രൂപ. ലക്ഷങ്ങളുടെ മാറ്റം വിലയിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓണർഷിപ്പ് മാത്രം മാറില്ല. ലോ കിലോമീറ്റർ ഓടിയൊരു ബലേന പുതിയ എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റിയ വാഹനം തന്നെയല്ലേ? 7,15,000 രൂപ ഫൈനൽ നെറ്റ് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക്
ലോൺ ചെയ്യുമ്പോൾ എത്ര കൊടുക്കേണ്ടി വരും? ലോൺ നമുക്ക് ഓൾമോസ്റ്റ് 6.45 6.80 ലോൺ മാസം 650 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പൊ മാക്സിമം ലോൺ ചെയ്യാം. പുതിയ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഓണർഷിപ്പ് മാത്രം മാറില്ല, അതിൽ നമുക്ക് വിലയിൽ മാറ്റം പറ്റില്ല. കിയ സെൽറ്റോസ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 27,000 കിലോമീറ്റർ ഓട്ടം, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, കമ്പനി സർവീസ് വണ്ടി. നമുക്ക് ഫൈനലായിട്ട് ഇത് 8,90,000 രൂപ ഫൈൻ ചെയ്തത്. 8,90,000 രൂപ. ഒരു വലിയ വാഹനം ഒരു ചെറിയ എമൗണ്ടിൽ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു വാഹനമാണ് ഈ കിയ സെൽറ്റോസ് അല്ലേ. അതിലെ മെയിൻ ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് നമ്മൾ ഒന്നൊക്കെ റീപ്ലേസ് ചെയ്തത് തന്നെ കസ്റ്റമർ കണ്ടുകൂടെ. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ, ഈ ക്രാക്ക് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ മാറ്റിട്ട് വെച്ചിട്ടാണെങ്കിൽ പറയുന്നത് റീപ്ലേസ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ശരിക്കും ആക്സിഡന്റ് ആണ്. ഇത് കണ്ടിട്ട് അവരുടെ മുന്നിൽ തന്നെ നമുക്ക് ഓക്കെ കാലിലേക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ വീഴുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പൊ താല്പര്യമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. അടുത്തായിട്ട് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2023 സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ്, 51,000 കിലോമീറ്റർ ഓട്ടം, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള 4 പുതിയ ടയർ ഇട്ടിട്ട് കമ്പനി സർവീസ് ഹിസ്റ്ററിയിലെ വണ്ടിയാണ്. നമുക്ക് ഫൈനൽ റേറ്റ് 6,40,000, ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കും. 6,40,000 ഇവര് ഫൈനൽ പ്രൈസ് ആണ് വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ ഇവർ അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വില പൊട്ടിച്ചിട്ട്, അതായത് ഞാൻ ഒരുപാട് ഷോറൂമിൽ പോകുന്നതാണ്, ഈ വിലക്കൊന്നും നമുക്ക് നല്ലൊരു ക്വാളിറ്റി വാഹനം കിട്ടില്ല. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ, കമ്പനി സർവീസും കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഇതിന് പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ 100% ലോൺ തീർക്കാൻ പറ്റും. ടാറ്റ കമ്പനിയുടെ ടിയാഗോ അല്ലേ, ഏതാ മോഡൽ വരുന്നത്? ഇത് 2021 പെട്രോൾ ഓട്ടോമാറ്റിക് ടിയാഗോ, 38,000 കിലോമീറ്റർ, ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ, ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫൈനൽ റേറ്റ് ഇതൊരു 5,20,000 ബുക്ക് ചെയ്തരാം. 5,20,000 നെറ്റ് ഫൈനലാണ്. 5,20,000 നെറ്റ് പ്രൈസ് ആണ്. ഇപ്പൊ നമ്മള് വീഡിയോയിൽ പറഞ്ഞ പ്രൈസ് നെറ്റ് പ്രൈസ് ആണ്. കാരണം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിലയാണ് നമ്മൾ പറയണത്. നമ്മുടെ വീഡിയോസ് കണ്ട് ലോകം എന്നൊക്കെ വരുന്നവരാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഇവർ ലിസ്റ്റ് ചെയ്തു തരും. അതൊക്കെ ചോദിച്ച് മേടിക്കുക. വണ്ടി എടുക്കുമ്പോൾ വേറെ ഒരു തരത്തിലുള്ള പേടിയോ കാര്യങ്ങളോ വേണ്ട. കാരണം എല്ലാ ഏറ്റവും സെറ്റ് നിങ്ങൾ തന്നെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. വേറെ ആരെ കൊണ്ട് എടുപ്പിക്കുന്നതല്ല, ഇവർ തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിൽ ഇവർ കൊടുക്കുന്നത് അല്ലേ. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിലൂടെ പുറത്തിറങ്ങുന്ന വാഹനം അല്ലേ, നെക്സ വാഹനമായിട്ടുള്ള മാരുതിയുടെ ഇഗ്നിസ്. 2022 മോഡൽ ഡെൽറ്റ വേരിയന്റ്, 46,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, പെട്രോൾ മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 46,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫൈനൽ നെറ്റ് ഫൈനൽ റേറ്റ് 4,90,000 ചെയ്തരാം. 4,90,000 രൂപ ഫൈനൽ പ്രൈസ് ആണ് പറയണത്. മാക്സിമം ലോൺ കിട്ടൂല്ലേ. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്, പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കട്ടോ. ഇനീസ് എന്ന് പറയുന്ന വാഹനം മാരുതിയുടെ നെക്സ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണ്. എന്നിട്ട് പോലും ഇതിന് പ്രൈസ് ചോദിക്കുന്നത് വെറും 4,90,000 രൂപ. 2022 മോഡൽ വേണം. അടുത്തായിട്ട് ഹ്യുണ്ടായിയുടെ i20 ന്യൂ ഫേസിൽ ഇറങ്ങുന്ന വാഹനം അല്ലേ, ഏതാ മോഡൽ വരുന്നത്? 2023 ആസ്റ്റ ഓട്ടോമാറ്റിക് വണ്ടി, ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്, 18,000 കിലോമീറ്റർ ഓട്ടം, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു i20. ഇതിന്റെ ഒരു സൈഡ് ഡോർ റീപ്ലേസ് ആണ്, ഗ്ലാസോ കാര്യങ്ങളോ മാറിയില്ല. അപ്പോൾ നെറ്റ് ഫൈനലായിട്ട് 8,20,000 രൂപ ചെയ്യാം. 8,20,000. ഇതിനൊക്കെ പുതിയ എത്ര പ്രൈസ്? 12 ലക്ഷം രൂപ. 12 ലക്ഷം രൂപ വരെയുള്ള വാഹനമാണ് നമ്മൾ 4 ലക്ഷം രൂപ വരെ താഴ്ത്തിയിട്ട്, അതായത് 4 വർഷത്തിന് 4 ലക്ഷം രൂപ വരെ നമുക്ക് കുറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. കാരണം 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററികളൊക്കെ അവൈലബിൾ ആണ്, എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ടാറ്റയുടെ ടിയാഗോ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ചെറുവാഹനം അല്ലേ. 2024 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ ഓട്ടം. ഇതിന് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. കമ്പനി ഹിസ്റ്ററിയിൽ 6,200 രൂപ ക്ലെയിം ഉണ്ട്. ഗ്ലാസ് മാത്രം, മെയിൻ ഗ്ലാസ് മാത്രം, കല്ല് തെറിച്ച് മാറിയ വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഫൈനൽ റേറ്റ് 2024 വണ്ടി 5,30,000 രൂപ ചെയ്തത്. 5,30,000 രൂപ. അത് നമുക്കിപ്പോ ഈ ഒരു ഗ്ലാസ് മാറിയിട്ടുണ്ട്, അത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് അല്ല. ഇതിന് ടിയാഗോ എന്ന് പറയുന്ന വാഹനത്തിന്റെ മൈലേജ് അത്യാവശ്യം 17-18 റേഞ്ചിൽ എന്തായാലും മൈലേജ് ഉണ്ട്. അപ്പൊ മൈലേജും ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയിട്ടുള്ള വാഹനം അല്ലേ. ലോൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് 100% ചെയ്യാം. 100% ക്യാഷ് ബാക്ക് കൊണ്ട് അങ്ങോട്ട് കൊടുക്കും. 0 ഡൗൺ പേയ്മെന്റില് വണ്ടി എടുത്ത പൈസ അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല്ലേ. അപ്പൊ അത്രയും ലോൺ വീഴുന്ന IDV ഉള്ള വാഹനം 6,20,000 രൂപ IDV വണ്ടിക്കുണ്ട്. 6,20,000 രൂപ. അപ്പൊ നമുക്ക് എടുക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ലോൺ എമൗണ്ട് കൂട്ടി നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് പൈസ തരാനുണ്ടാവില്ലേ. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് അടുത്ത് ഫാമിലി കസ്റ്റമേഴ്സിന്റെ പ്രിയപ്പെട്ടവാനായിട്ടുള്ള ബിഗ് വാഗനർ ന്യൂ ഫേസ് 2022 ZXi ഓട്ടോമാറ്റിക് വണ്ടി, 10,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 10,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ, ഇതൊന്ന് ഓഫർ റേറ്റ് തരാം. ZXi വണ്ടി എവിടെയും തരാത്ത പ്രൈസ് 5,90,000 രൂപക്ക്. 5,90,000 രൂപ പെട്രോൾ ഓട്ടോമാറ്റിക്. എവിടെയും തരാത്ത പ്രൈസിലൊന്നും ഓണറാണ് പറയണത്. അത്രയും പരിപൂർണ്ണ വിശ്വാസത്തോട് പോയിട്ട് പറയണത് ഈ വാഹനം ഈ ഒരു പ്രൈസിൽ ഫുൾ ഓപ്ഷൻ കിട്ടില്ല. ബേസ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഫുൾ ഓപ്ഷന്റെ കാര്യം നമ്മൾ പറയണത് അല്ലേ. ഇത് ഫുൾ ഓപ്ഷൻ ZXi ഓട്ടോമാറ്റിക് ആണ്. 10,000 കിലോമീറ്റർ എവിടെയെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല.
5,90 വേണ്ട 5,85,000 രൂപ. 5,80,000 രൂപ. വീഡിയോസ് ചെയ്യുന്ന സമയം തന്നെ 5,000 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. 5,80,000 ഇല്ല കേട്ടോ. ഇല്ല 5,85,000 രൂപയ്ക്ക് നിങ്ങൾക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് 2022 10,000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ ഓടിയത്. ഒരു പുതിയ വാഗനർ എടുക്കുന്ന ആളുകൾക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലാഭം മനസ്സിലാവും. അപ്പൊ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്ത നമ്പർ സ്ക്രീനിലുണ്ട്. ലൊക്കേഷൻ കണ്ണൂർ പയ്യന്നൂർ.